നമസ്കാരം. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ രൂപവൽക്കരിക്കാൻ KSU. കലാലയങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയാൽ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്ന പതിവ് അവസാനിപ്പിക്കാനാണ് KSU മുന്നിട്ടിറങ്ങുന്നത്. ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയാൽ അതിനെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്ന രീതി ഏറി വരികയാണ്. രാഷ്ട്രീയ വിവാദമുണ്ടാക്കുന്നതോടെ മയക്കുമരുന്നെത്തിച്ചവർ രക്ഷപ്പെടുന്നതാണ് ഇപ്പോഴത്തെ പതിവ്. ഇത് ഒഴിവാക്കും. ലഹരിക്കടിമയായ വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ലഹരി എത്തിക്കുന്നവരെ പിടികൂടാനുമുള്ള നടപടികൾക്ക് പിന്തുണ നൽകും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാർ വിദ്യാർത്ഥി സംഘടനകളെ പുറത്തു നിർത്തുന്നതും വിശ്വാസത്തിൽ എടുക്കാത്തതും അംഗീകരിക്കാനാകില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ഫലം കാണില്ല എന്നാണ് സംഘടനയുടെ നിലപാട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ KSU ഒരു വർഷത്തെ കർമ്മ പരിപാടിയും തയ്യാറാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ രൂപവൽക്കരിക്കും. നിയോജക മണ്ഡല തലത്തിലും ജില്ലാ തലത്തിലുമുള്ള സ്ക്വാഡുകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ലഹരി നിർമ്മാണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാനും സംഘടനാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. മാനസിക ആരോഗ്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. SPC സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, NCC തുടങ്ങിയവ എല്ലാ വിദ്യാലയങ്ങളിലും തുടങ്ങുക. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുക.